മാത്രം എന്റെ കർത്താവ് പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ജീവിക്കുമ്പോഴും എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ ഒടുമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റേതൊക്കെ ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. വിശേഷാൽ ഈ സഹോദര വേർപാടിൽ ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നിന്റെ സ്നേഹക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. അറ്റുപോകാത്ത കൂട്ടായ്മയുടെയും നിരന്തരമായ ദൈവസാന്നിധ്യത്തിന്റെയും ആശ്വാസങ്ങൾ നമുക്ക് നീ നൽകണമേ. എന്റെ മഹത്വമുള്ള പ്രധാനത്താൽ പ്രത്യാശയും സന്തോഷവും സമാധാനവും ഏവർക്കും ദാനം ചെയ്ത് ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നീ ഞങ്ങളെ നിങ്ങളെ കഴിപ്പിച്ചിരിക്കുന്നുവല്ലോ. ഈ ഭൂമിയിൽ ഞങ്ങളുടെ ആണകാലത്ത് നിന്റെ വിശുദ്ധന്മാരോടുള്ള കൂട്ടായ്മയിൽ ഞങ്ങൾ നിൽക്കുവാനും നിത്യരാജ്യത്തേക്കുള്ള പ്രത്യാശയിൽ ഞങ്ങൾ ജീവിക്കുവാനും സ്വർഗീയ സമാധാനവും ധൈര്യവും അനുഭവിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ മുഖാന്തരം കൃപ ചെയ്യണമേ. ഇപ്പോൾ നിൽക്കുമ്പോൾ തന്നെ വേദഭാഗം ചൊല്ലിക്കേൾക്കാം. സെക്രട്ടറി കൊണ്ടുവന്ന് സങ്കീർത്തനം ചൊല്ലുന്നതാണ്. അതിനുശേഷം വേദഭാഗം വായിച്ചു കേൾക്കാം. ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുത്തിരുന്ന സങ്കീർത്തനം 90. സങ്കീർത്തനം 90. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നിയമത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചെരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് മറുപടി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ നിന്ന് കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുകിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തറച്ചു വളരുന്നു, വൈകുന്നേരം അത് കഴിഞ്ഞു മാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളെ എന്റെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾക്ക് ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറിയായ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തിരികെ ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും നിർണ്ണയിക്കുന്നവനാ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടികളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. നാമെന്ന കാര്യം അറിയിക്കുന്നു. ഇപ്പോൾ വേദഭാഗം കഴിക്കാൻ വായിക്കുന്നതാണ്. പ്രത്യേക വേദഭാഗം കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം
50 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 50 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, മാംസരത്വങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹള നാളത്തിങ്കൽ പെട്ടെന്ന് കണ്ണുനീക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മധ്യമായത് അമർത്തത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മധ്യമായത് അമർത്തത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും ഒഴുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിന്റെ പേരിൽ എപ്പോഴും വർദ്ധിച്ച് വരുന്നവരും ആകുവിൻ. ഇടവകയുടെ അനുശോചനം പറയുവാനായിട്ട് അതുപോലെ ഒക്കെ സമർപ്പിക്കാനായിട്ടും ഗീത സമർപ്പിക്കാനായിട്ടും ചർച്ച കമ്മിറ്റികളെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. ശ്രീ പി ജി സേമൻ കൈക്കാരൻ അനുശോചന വാക്കും പറയുന്നതാണ്. കമ്മിറ്റി അംഗങ്ങളെല്ലാവരും വന്നിട്ടുള്ളവരെ മുമ്പോട്ട് വരണമേ എന്ന് ഓർപ്പിക്കട്ടെ. ഇടവയ്ക്ക് വേണ്ടി പി ജി സേമൻ അനുശോചന പറയും. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള അനീഷ് ആദരണീയനായ ഫിലിപ്പി ജോൺസൺ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്നേഹം സഹോദരിമാരെ, ഈ കഴിഞ്ഞ ദിവസം പോലെ നമ്മളോടൊപ്പം ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ശ്രീ ടീച്ചർ വിദ്യാനന്ദൻ അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നു. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നഷ്ടമാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയാനും ഈ സ്ഥലത്ത് ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ സഭയിലെ വളരെയധികം ആത്മീയ അടിത്തറയുള്ള ഒരു കുടുംബത്തിലെ അറിയൽ കുടുംബത്തിലെ അംഗമാണ് ടീച്ചർ. ഉത്തവരായ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചവരാണ്. ഈ ദേവാലയത്തിലെ ശുശ്രൂഷകളും മറ്റൊരു സൺഡേ സ്കൂളിലൊക്കെ വളരെയധികം ഭംഗിയായി പഠിച്ച് മുമ്പോട്ട് പോയ വ്യക്തിയാണ് ടീച്ചറെന്ന കാര്യം ഞാൻ ഓർക്കുന്നു. തന്നെയായാലും ഏതാണ്ട് നല്ല വായിച്ചതിൻ്റെ അസുഖബാധിതനായിട്ട് വീട്ടിൽ അദ്ദേഹം പ്രാപിക്കുകയും തൻ്റെ സഹോദരങ്ങളെല്ലാവരും കൂടി അദ്ദേഹത്തെ നല്ലപോലെ ചികിത്സിക്കുകയും ജീവിത അവസാനം വരെ പരീക്ഷിക്കുകയും ചെയ്ത കാര്യം ഞാൻ എനിക്കും അറിയാവുന്നതുപോലെ എനിക്കും അറിയാം. നമ്മുടെ അരിയും അതുപോലെ തന്നെ അരിയുടെ ഭാര്യയായ അരിയൊക്കെ ഒരു ദേഷ്യം കാണിക്കാതെ ഉള്ള ശുശ്രൂഷ ജീവിത അവസാനം വരെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. നമ്മൾ നമ്മുടെ ബന്ധുക്കളുടെയും അതുപോലെ സുഹൃത്തുക്കളുടെയും അതുപോലെ വീട്ടുകാരുടെ എല്ലാം സംരക്ഷണമായിട്ട് അവരുടെ എല്ലാം സ്വസ്ഥയിലാണ് ഈ അവസാനം വരെ വീട്ടിൽ ജീവിച്ചെന്നുള്ള കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നു. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട്ടിലെ മരണവും വളരെ വിലപ്പെട്ടതാണെന്നാണ് നാം മനസ്സിലാക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ മരണം എപ്പോഴും എല്ലാവർക്കും ഉള്ളതാണ്. നശ്വരമാണ് ജീവിതം എന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ നശ്വരതയ്ക്ക് അപ്പുറത്ത് ഒരു അനിശ്ചിതതയുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്നാണ് വേദവസ്തു വാക്യത്തിലൂടെ
ക്രിസ്തു നമ്മൾ ഓണം പിടിച്ചിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന ആയുസ്, ആരോഗ്യം, ജീവിതമൊക്കെ എല്ലാം പെട്ടെന്ന് നീക്കും. പക്ഷേ ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്ത കാര്യങ്ങൾ മാത്രം നിലനിൽക്കുന്നു. അത് നമ്മുടെ ജീവിത അവസാനം വരെ കുതിരയോളം നമ്മുടെ കാര്യങ്ങളാണ്. ഇവിടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ടീച്ചറിൻ്റെ സേവനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബന്ധത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും വീട്ടുകാരുടെയും എല്ലാം ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇടവേളകളും എല്ലാവിധ അനുശോചനത്തിനും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാർത്ത അവസാനിപ്പിക്കുന്നു. എല്ലാവരും ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ഗർഭാന്തരത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ, വികാരിയായിരുന്ന ജോണച്ചൻ, പ്രിയ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുമേ സുരേഷ് സ്നേഹവന്ദനം. പ്രിയ പീറ്റർ ചേട്ടൻ, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ശാരീരികമായ പ്രയാസ നിമിത്തം കഴിഞ്ഞ ആഴ്ചയിൽ വരാതിരുന്നപ്പോൾ ഞാൻ ഭവനത്തിൽ പോവുകയും ചേട്ടനെ കണ്ട് വളരെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ സ്ഥിതിഗതികളെ കുറിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് അജിയാണെങ്കിലും ശൈലിയൊക്കെ വളരെ താല്പര്യപൂർവ്വം സൂക്ഷിക്കുന്ന കാഴ്ച നേരിൽ കാണാനായിട്ട് സാധിച്ചു. വളരെയധികം അജി നിലവരെയും വളരെ അസ്വസ്ഥമായി പനിയുടെ വളരെ ഭാരപ്പെട്ടിരുന്നെങ്കിലും സഹോദരന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും അതിന് തൊട്ടടുത്ത ദിവസവും പിതൃനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു. ചെക്കപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഈ കുടുംബം മാതൃകയുള്ള കുടുംബം, സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിനൊക്കെ വലിയ താല്പര്യം കാണിച്ചൊരു കുടുംബമാണ്. അതുപോലെ കുടുംബാംഗങ്ങളൊക്കെ ആണെങ്കിലും വളരെ സൗഹൃദത്തോടും അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളിലും സഹകരണമൊക്കെ നൽകിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് ആയിരിക്കുന്ന അജിയുടെ ഭാര്യ ഐവി വളരെയധികം ആഗ്രഹിച്ചു വരാനായിട്ട് എന്നാൽ സാധിച്ചില്ല. എന്നാൽ സഹോദരി സൗമ്യ വിദേശത്ത് നടന്ന ഇതറിഞ്ഞ ഉടനെ തന്നെ സൗമ്യയുടെ ഹസ്ബൻഡ് ബെൻസനെ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി. അവരും പെട്ടെന്ന് തന്നെ എത്താനായിട്ട് ദൈവകൃപയാൽ സാധിച്ചു. അങ്ങനെ കുടുംബം ബന്ധങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടെ കാണുന്നു. തീർച്ചയായിട്ടും ഇതൊക്കെയാണ് നമുക്ക് ഈ ഭൂമിയിൽ വളരെ നല്ല കാര്യങ്ങളെന്ന് പറയുന്നത്. നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് ചെയ്യാനായിട്ട് അവസരവും സാഹചര്യം ലഭിക്കുമ്പോൾ ഇപ്പോൾ രോഗമായിരിക്കാം, പ്രായത്തിൻ്റെ ക്ഷീണം നിമിത്തമായിരിക്കാം, നമ്മുടെ മാതാപിതാക്കളാകട്ടെ ആ സമയത്ത് കൊടുക്കുന്ന സ്നേഹം, കരുതൽ, ഇതൊക്കെയാണ് നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ മടങ്ങുന്ന സമയത്ത് ഒരിക്കലും വിചാരിച്ചില്ല അദ്ദേഹത്തിന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്ന്. എന്നാൽ ഞാൻ എങ്ങനെ ഓർത്തു, 3.5 വർഷമായിട്ട് ആ കുടുംബം അദ്ദേഹത്തെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കൂടി നടക്കുകയായിരുന്നു. ദൈവസന്നിധിയിൽ ഞാൻ ദൈവമേ കഷ്ടപ്പെടുത്തരുതേ, ബുദ്ധിമുട്ടിക്കരുതേ എന്നൊരു വാക്ക് മനസ്സിൽ ഞാൻ ഓർത്തു എന്നത് സത്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദൈവവചനപ്രകാരം മരണത്തിലും പ്രത്യാശയുള്ളവരാണ്. അതുകൊണ്ട് ആ പ്രത്യാശയിൽ ജീവിക്കാനായി നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവിധമായ ആശ്വാസവും കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ ഇടപെട്ടക്കാരെന്ന നിലയിൽ അനുശോചനം അറിയിക്കുന്നു. കുടുംബത്തിൻ്റെയും അനുശോചനം പ്രത്യേകമായി അറിയിക്കുകയാണ്. അതുപോലെ മറ്റൊരു കാര്യം, ഈ സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം സെമിട്രിയിൽ വെച്ചുള്ള ശുശ്രൂഷയ്ക്ക് ശേഷം എല്ലാവരും ഭവനത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമേ പോകാവൂ എന്ന് സ്നേഹപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ. ഇപ്പോൾ വചന ശുശ്രൂഷയ്ക്ക് മുമ്പായി ഗായക സംഘം ഒരു പാട്ടുപാടും. അതിനുശേഷം മുൻ വികാരിയായിരുന്ന ഇപ്പോൾ സലാല ഇടവക വികാരിയായിരിക്കുന്ന ഫിലിപ്പ് ജോൺ മുല്ലക്കൽ അച്ഛൻ നമ്മുടെ വചന ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. ഏറെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം കുടുംബത്തിന് വേണ്ടിയും അച്ഛനെ വചന ശുശ്രൂഷയ്ക്കായി പാട്ടിന് ശേഷം ക്ഷണിച്ചു. ഗായകസ്ഥാനം നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് വേണ്ടി in Marvel, God's
തിരുസന്നിധിയിൽ അടുത്ത സമയം ഞങ്ങൾ ചെലവഴിക്കുന്നതിന് കടന്നു വരുന്നതിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ആശ്വാസത്തിന്റെ വാക്കുകൾ സ്വയിപ്പാൻ കൃപ നൽകണമേ. യേശു ക്രിസ്തു മുഖാന്തരം കൃപയോട് പ്രാർത്ഥന കേൾക്കണമേ. ഇരിക്കാൻ ഇത്രയും സ്നേഹവും ബഹുമാനവുമുള്ള ദിനേശ് ബാബുച്ചൻ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബ അംഗങ്ങളെ, ചർച്ച് കമ്മിറ്റി അംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ദൈവാസന്നിധിയിലായിരിക്കുന്ന വിശ്വാസ സമൂഹമേ, ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. മലയിൽ ശ്രീ പീറ്റർ എം.എ. ദൈവാസന്നിധിയിൽ ചേർക്കപ്പെട്ടു എന്ന് അറിഞ്ഞ വാർത്ത വളരെ ദുഃഖകരമായ അനുഭവമായിരുന്നു. മരണമെന്ന യാഥാർത്ഥ്യം മനുഷ്യൻ വിചാരിക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ പ്ലാൻ ആകയാൽ ദൈവത്തിന് നന്ദി പറയുവാനുള്ളതായ അവസരമുണ്ടായി. കഴിഞ്ഞ ഒരു വർഷം കർത്താവിന്റെ മഹത്വമായ ശുശ്രൂഷയുടെ ഈ ദേവാലയത്തിൽ ചെയ്തുള്ളതായ അവസരം ലഭിച്ചത് നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവിതത്തെ ആകമാനമായും ഓർക്കുന്നതിനുള്ള അവസരം ലഭിച്ചു. കഴിഞ്ഞ ഒരു വർഷക്കാലം അദ്ദേഹത്തിന്റെ ആലയമായുള്ളതായ ബന്ധം ഒരിക്കലും മറക്കുവാൻ കഴിയാത്തതായൊരു ബന്ധമാണ്. ആരാധനകളിൽ സംബന്ധിക്കുന്നതിനും വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ കടന്നു വരുന്നതിനും തനിക്ക് പ്രയാസകരമായ അനുഭവങ്ങൾ നേരിട്ടപ്പോൾ പോയി പ്രാർത്ഥിക്കുന്നതിനും എപ്പോഴും ഏത് സമയത്ത് വീട്ടിൽ ചെന്നാലും ഉടൻ തന്നെ എഴുന്നേറ്റ് വെളിയിൽ വന്ന് സംസാരിച്ച് സമയങ്ങൾ ചെലവഴിക്കുന്ന ഒരു അവസ്ഥ ജീവിതത്തിലുണ്ടായിരുന്നു. ദൈവത്തിന്റെ വേദനകളും ഭാരങ്ങളും വിഷമതകളും ഒക്കെ നേരിട്ട് മനസ്സിലാക്കാനുള്ളതായ അവസ്ഥ ലഭിച്ചിട്ടുണ്ട്. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇടവക ആകമാനമായി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ജില്ലാതലത്തിൽ ഏറ്റുമാനൂർ വൈദിക ജില്ലാതലത്തിൽ അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാനും അദ്ദേഹത്തിന്റെ വേദനകളെ മനസ്സിലാക്കാനും ഒക്കെ ഉള്ളതായ അവസരം ലഭിച്ചത് നന്ദിയോടെയാണ്. ആ ഭവനത്തില് തന്റെ വിശ്രമ സമയം കുടുംബ അംഗങ്ങളുടെ സ്നേഹവും പരിചരണവും കണ്ട് നോക്കിയിരുന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അജി സഹോദരൻ ഒരുമിച്ചായിരുന്നല്ലോ ഭവനത്തിലെ താമസം. ഓരോ ആഴ്ചയിലും ടൈം ടേബിൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഡയാലിസിന്റെ സമയമാണ് അച്ഛൻ പലപ്പോഴും പറഞ്ഞു. 2 ഡയാലിസിസുകൾക്ക് ഒക്കെ കടന്നു പോകുമ്പോൾ തന്റെ രക്തപ്പാടും കുടുംബ ജീവിതത്തിന്റെ അനുഭവങ്ങളും പലപ്പോഴും ഓർത്തുപോയി. പ്രിയപ്പെട്ട വൈഫ് ഐവി വളരെ ഭംഗിയായി ദാസനെ ശുശ്രൂഷിച്ചത് ഒക്കെ മനസ്സിലാക്കാൻ അവസരം ലഭിച്ചെന്നാൽ പ്രത്യേക സാഹചര്യങ്ങൾ വരാതിരിക്കുവാനുള്ളതായ സാധ്യതയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഭവനത്തിന്റെ കാര്യങ്ങള് അദ്ദേഹത്തിനുള്ളതായ ഭക്ഷണം ക്രമീകരിച്ച് എവിടെയെങ്കിലും മേശപ്പുറത്ത് സൂക്ഷിച്ചു വെക്കും.
അതിനുശേഷമായി മകനെ സ്കൂളിൽ വിടാനായിട്ട് കൊണ്ടുപോകും. നല്ല മാർക്കോടുകൂടെ അഡോൺ തന്റെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്ത വിജയത്തിന് അവസരം ലഭിച്ചത് നന്ദിയോടെയാണ്. ഒരു പ്രയാസമുണ്ടായാൽ സഹോദരങ്ങളെല്ലാം ഓടി വരുന്ന ഒരു പ്രത്യേകത സഹോദരി പ്രിയപ്പെട്ടവരും. അതുകൊണ്ട് ദുഃഖിക്കാനുള്ളതായ അവസരം ഇല്ല എന്ന് പറയാനാണ് ഞാൻ വേദപുസ്തകത്തിൽ കൂടി ആഗ്രഹിക്കുന്നത്. നമുക്ക് ചെയ്യാനുള്ളതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർത്ത് കർത്താവിൽ സന്തോഷം അനുഭവിക്കുന്നതിനായി യാത്ര അയക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇനിയത്തെ കടമ. ഒരു വിശ്വാസി ഭൂമിയിൽ മരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ 14-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് വിശ്രമത്തിനായിട്ട് കടന്നുപോയി. ഈ ഭൂമിയിലെ കഠിനമായ അധ്വാനം കഴിഞ്ഞ് പ്രയത്നം കഴിഞ്ഞ് ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് വിശ്രമം എന്ന് പറയുന്നത്. പകല് പാദം മുതൽ അന്ത്യത്തോളം സന്ധ്യയാകുന്നത് വരെ അധ്വാനിച്ച് പ്രയത്നിച്ച് യാത്ര ചെയ്ത് ഭവനത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു കുടിയൊക്കെ കഴിഞ്ഞ് അല്പസമയം വിശ്രമിക്കാനുള്ളതായ അവസരം അദ്ദേഹം അന്വേഷിക്കും. പ്രിയമുള്ളവരെ, ഈ മാനുഷികമായ ലോകം അതിഭയങ്കരമായ ഭാരങ്ങളുടെയും വിഷമതകളുടെയും നെടുവീർപ്പിന്റെയും ലോകമാണ്. അതുകൊണ്ട് ഇതുവരെ താൻ അനുഭവിച്ചതായ എല്ലാ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്ക് മനോഹരമായി വിശ്രമത്തിനായി കടന്നുപോകണം. തടയാൻ പാടില്ല. നമുക്ക് കർത്താവിന്റെ വരവെങ്കിൽ മടങ്ങി വന്ന് കർത്താവിനെ എതിരേൽക്കുവാനായി ഉണർന്ന് എഴുന്നേൽച്ച് കർത്താവിനെ സ്വീകരിക്കുന്നതിനുള്ളതായ അവസരം വരെ തന്റെ വിശ്രമ സമയമാണ്. സൗമ്യതയോട്, സന്തോഷത്തോടെ, ഏറിയ പ്രത്യാശയോടെ ശുശ്രൂഷിക്കാൻ നിങ്ങൾ പ്രിയപ്പെട്ടവനെ വിശ്രമത്തിനായി അയക്കുവാനായി വരുന്നു. രണ്ടാമത് ഈ ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത്, ഭൂമിയിൽ ആശ്വസിക്കാൻ നമുക്ക് ഇടമില്ല. ഇപ്പോൾ തന്നെ വലിയ പ്രതിസന്ധിയുടെ മുൻപിലല്ലോ. എന്ത് സംഭവിക്കുമെന്ന് ആർക്കും നിർണ്ണയിക്കുവാൻ കഴിയാത്തതായ ലോകത്തിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മെ ഓർപ്പിക്കുന്നത് ആശ്വാസം പ്രാപിക്കുവാനായിട്ടാണ് കടന്നുപോകും. വേദനകളും രോഗങ്ങളും നിരാശകളും ദുഃഖങ്ങളും ഉള്ളതായ ഈ ലോകത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുവാൻ ദൈവത്തിന്റെ സന്നിധി മാത്രമേ ഉള്ളൂ അവസരം. ഇവിടെ ഇരിക്കുന്നതായ നമ്മളും ആഗ്രഹിക്കുന്നതാണ്. ആശ്വാസം ലഭിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് വിശ്വസിക്കുന്നതായ ഒരു സമൂഹമാണ്. അതുകൊണ്ട് ആശ്വസിക്കുവാൻ കർത്താവിന്റെ ഇടത്ത് മാത്രമേ അവസരമുള്ളൂ എന്ന് ഓർപ്പിക്കട്ടെ. ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ 1-ാം ലേഖനം 15-ാം അധ്യായം 52-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്ഷീണിതന് ഉറക്കം ആവശ്യമാണ്. ക്ഷീണിച്ച് വരുന്നതിനാണ് ഉറക്കം ആവശ്യം. അതുകൊണ്ട് നിദ്ര കൊള്ളുക എന്നത് ഏറ്റവും പരമപ്രധാനമായിരിക്കുന്നത്. ഇവിടെ ഈ ലോകത്തിലെ ജീവിത സാഹചര്യങ്ങളുടെ മുൻപിൽ കൂടി ഓടി തകർന്ന് ക്ഷീണിച്ച് അവശനായി, രോഗത്തിനടിമയായി, മാനസികമായി തകർന്ന്, ശാരീരികമായി മാനസികമായി തകർന്ന് ജീവിക്കുന്നതായ മനുഷ്യന് ഒരു ഉറക്കം ആവശ്യമാണ് എന്നുള്ളത്. അതുകൊണ്ട് ഉണരുന്നത് വരെയുള്ളതായ ഉറക്കം ദൈവസന്നിധിയിൽ മാത്രമേ മനുഷ്യനുള്ളൂ. കർത്താവിന്റെ 2-ാം വരവിൽ മരിച്ച
വിശ്വാസികൾ ഉണരും എന്നത് നമുക്ക് പ്രത്യാശ. പ്രിയ കുടുംബാംഗങ്ങളെ ഓർപ്പിക്കാനായിട്ട് കർത്താവിന്റെ വരവെങ്കിൽ പ്രിയപ്പെട്ടവൻ ഉണരും. ഇവിടെ ആയിരിക്കുന്ന ഈ വിശ്വാസ സമൂഹമേ, കർത്താവിന്റെ വരവെങ്കിൽ ഈ പ്രിയപ്പെട്ടവൻ ഉണരുമ്പോൾ രൂപാന്തരം പ്രാപിച്ച് നാമും കർത്താവിനോട് ചേരുവാനുള്ളതായ പ്രത്യാശയിൽ ഈ ഭൂമിയിൽ ജീവിക്കാനായ ദിവസം നമുക്ക് അതിനാണ് ഈ അവസരം, ഈ മരണം എന്ന യാഥാർത്ഥ്യം ദൈവം നമുക്ക് നൽകിയത് എന്നുള്ളത് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയത്തില്ല. ഇത് പ്രകൃതി നിയമത്തിനനുസരിച്ചുള്ളതായ സ്ഥിതി മാറ്റമാണ് മരണം. ആ മരണത്തിന്റെ അനുഭവത്തിലൂടെ നാമും കടന്നുപോയെങ്കിൽ മാത്രമേ സാധ്യമായി. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ, യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷിതാവായി സ്വീകരിക്കാനുള്ള ഒരേ ഒരു നിമിഷം എന്ന് പറയുന്നത് ഇപ്പോഴാണ്. നമ്മുടെ കുറവുകളെയും നമ്മുടെ ബലഹീനതകളെയും പോരായ്മകളെയും ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തിക്കൊണ്ട്, കർത്താവേ, നീ എൻ്റെ രക്ഷകനായി ഭൂമിയിൽ ജീവിക്കാൻ മാത്രം എന്നെ അനുവദിച്ചാൽ മതി എന്ന പ്രത്യാശയും പ്രാർത്ഥനയുമാണ് ആവശ്യം. അതിന് നമുക്ക് ഒരുങ്ങാം. അതിന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് വിനയപ്പെടുത്തി പ്രാർത്ഥിക്കാം. അതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഞങ്ങളുടെ മുല്ലക്കൽ കുടുംബത്തിന്റെ എല്ലാ അനുശോചനങ്ങളും ദുഃഖ വാക്കുകളും പ്രിയ കുടുംബാംഗങ്ങളെ അറിയിച്ചുകൊണ്ട്, എനിക്ക് അവസരം നിന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ടും വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മുസ്ലിംകളുള്ള അച്ഛൻ, അതുപോലെ ചാൾസൺ ജന്മച്ഛൻ ദൈവം അനുശോചനം കുടുംബത്തെ അറിയിക്കണമെന്ന് ഓർപ്പിച്ചിട്ടുണ്ട്. അവരോടുള്ള അനുശോചനം ഈ സമയത്ത് അറിയിക്കട്ടെ. അപ്പോൾ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നന്ദി പറയാനായിട്ട് ക്ഷണിക്കും. കർത്താവിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള കർത്തദാസ എൻ്റെ സ്നേഹിതനും മുൻവികാരിയുമായിരിക്കുന്ന ഫിലിപ്പ് ജോൺസ് അച്ഛൻ, ഇവിടെ കൂടെ വന്നിരിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിനുള്ളതായ നന്ദി അർപ്പിക്കുവാനായിട്ടാണ് ഞാൻ ഈ സമയം ഇവിടെ നിൽക്കുന്നത്. എല്ലാവർക്കും അറിവുള്ളതുപോലെ 7 നാളുകളായി ഡയബറ്റിക്സിൻ്റെ ചികിത്സയിലായിരുന്നു പ്രിയ ചേട്ടായി. എല്ലാവരും ചേട്ടായി എന്നാണ് വിളിക്കുന്നത്. തീർച്ചയായിട്ടും ഈ യോഗം എന്നെ സംബന്ധിച്ച് വളരെ വേദനയുള്ളതാണ്. അതുപോലെ തന്നെ ഈ ചുറ്റുപാടുമുള്ള പല പ്രിയപ്പെട്ടവരും ഇന്നലെയും ഇന്നുമായി പ്രിയപ്പെട്ടവരെ കാണുവാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളെക്കാളും ഉപരിയായി സമൂഹത്തില് ബന്ധങ്ങളിലുള്ളതായ ആ സ്നേഹബന്ധത്തെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ കടന്നു വന്നതായ നിങ്ങളെ ഓരോരുത്തരോടുമുള്ളതായ സ്നേഹവും നന്ദിയും കുടുംബത്തിന്റെ നാമത്തില്, മലയാളി കുടുംബത്തിന്റെ നാമത്തില് ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ഒപ്പം ഈ യോഗ സമയം മുതൽ ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന സ്നേഹമുള്ള ദിനേശ് ബാബു അച്ഛൻ വളരെ ചടുലമായി, വളരെ കൃത്യതയോടെ ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം വഹിക്കുകയും തക്ക സമയത്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ളതായ മാർഗനിർദ്ദേശങ്ങൾ നൽകി സമയാധിഷ്ഠിതമായിട്ട് ഓരോ ശുശ്രൂഷകൾ ക്രമീകരിക്കാനായിട്ട് അച്ഛൻ വളരെ മനസ്സ് കാണിച്ചു. അച്ഛൻ്റെ പ്രസംഗത്തിലും അച്ഛൻ്റെ ആമുഖ ചിന്തകളിലൊക്കെയും പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്നലെ ഞാൻ രാത്രിയിൽ ഞങ്ങൾ 12:30 കടന്നു വരുമ്പോൾ അപ്പോഴും അച്ഛൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ഭവനത്തിലുണ്ടായിരുന്നു. അത് അച്ഛൻ മാത്രമല്ല കൊച്ചുമയും ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ സമയത്ത് ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകാൽ ഇടവകാരിയായിരിക്കുന്ന സ്നേഹമുള്ള
അച്ഛൻ്റെ എല്ലാ സഹകരണത്തിനും, ഞങ്ങൾക്ക് നൽകിയതായ പ്രാർത്ഥനകൾക്കും, ഞങ്ങൾക്ക് നൽകിയതായ ആശ്വാസ വചനങ്ങൾക്കും നന്ദിയും സ്നേഹവും ഈ കുടുംബത്തിൻ്റെ പേരിൽ ഈ സമയത്ത് അറിയിക്കട്ടെ. സ്നേഹമുള്ള ഫിലിപ്പ് ജോൺ അച്ഛനെ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഉള്ളതായൊരു ആത്മീക സൗഹൃദ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. കഴിഞ്ഞ മെയ്യിൽ ഞാൻ ഇടയ്ക്കൊന്ന് വന്നപ്പോൾ അച്ഛനെ വന്ന് കാണുവാനും ഒക്കെ വളരെയധികം സംസാരിക്കാനും ഒക്കെ സമയം കിട്ടി. അത് വളരെ സന്തോഷമാണ്. ഈ ഇന്നത്തെ ശുശ്രൂഷയിൽ അച്ഛൻ കടന്നു വരികയും ഞങ്ങൾക്ക് ആവശ്യമുള്ള വചന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത സ്നേഹമുള്ള ഫിലിപ്പ് ജോണച്ചനുള്ളതായ സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കട്ടെ. ഇന്നലെ ഞങ്ങളുടെ ഭവനത്തിൽ വളരെ മതിയുള്ള മഹാഡയുടെ പാസ്പോർട്ട് സെക്രട്ടറി അച്ഛൻ നമ്മുടെ മധ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അച്ഛനെ അവിടെ സ്നേഹത്തോടുകൂടെ സോഷ്യലിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നലെ ഞങ്ങളുടെ മൃതശരീരം ഭവനത്തിലേക്ക് വൈകുന്നേരം കൊണ്ടുവന്ന സമയം മുതൽ ഗാനങ്ങൾ ആലപിച്ചും ആശ്വാസ വചനങ്ങളും ഒക്കെ വായിച്ച് ഞങ്ങളെ ആശ്വസിപ്പിച്ചത് ഈ ഇടവകയുടെ ഗായക സംഘം ആകുന്നുവല്ലോ. പ്രത്യേകിച്ച് ഗായക സംഘ എല്ലാ അംഗങ്ങളോടും പേരുപേരായി എൻ്റെ മാസ്റ്ററോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കട്ടെ. ഇന്നലെ രാത്രിയിൽ സാബു സാറ് കടന്നു വരികയും ഗായക സംഘത്തിന് നേതൃത്വം കൊടുത്തതൊക്കെയും ഞങ്ങളെല്ലാവരും അറിഞ്ഞതാണ്. പ്രിയ സാബു സാറിനുള്ളതായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ വാർത്ത കേട്ടതായ സമയത്ത് വിദൂരതകളിൽ നിന്ന് വരെ വളരെ ബന്ധപ്പെട്ട് 2 ദിവസം കൊണ്ട് എല്ലാവരും കടന്നു വരുവാനായിട്ട് മനസ്സ് കഴിഞ്ഞ് പ്രതികൂലമായ കാലാവസ്ഥകളുടെ മധ്യത്തിൽ കടന്നു വരികയും ഇന്നലെ രാത്രിയിലും ഇന്നുമായി ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ബന്ധുമിത്രാദികളോടും ചർച്ചക്കാരോടും ഉള്ളതായ സ്നേഹവും നന്ദിയും മലയാളി കുടുംബത്തിന്റെ നാമത്തിൽ ഈ സമയത്ത് അറിയിക്കട്ടെ. ഒപ്പം തന്നെ ചേട്ടായിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കൈത്താങ്ങുകളും നൽകി ചേട്ടായെ കുടുംബത്തിൽ പരിപാലിച്ചതായ സഹോദരനും പ്രിയമുള്ള ഐചേട്ടായി, അഡോൺ മോൻ, ഷൈനി ചേച്ചി, മക്കള് എൽസി ചേച്ചി, ചേട്ടായി, വിദൂരത്തിൽ ജോലിയിലായിരിക്കുന്ന ചേച്ചി, പ്രിയപ്പെട്ടവരെ ഒരു കാരണവശാലും നിങ്ങൾക്ക് മറന്നു കളയുവാനായിട്ട് കഴിയുകയില്ല. പ്രിയപ്പെട്ടവർ നൽകിയതായ ആ സ്നേഹത്തിന്, ആ കരുതലിന് ദൈവം വരെ മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കൂടുതൽ ബലം നൽകിയവരെ കർത്താവ് ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മധ്യത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന കേരള മഹായിടവകയുടെ വൈദിക സെക്രട്ടറി, ഏറ്റവും സ്നേഹബഹുമാനമുള്ള ജോണി ആൻഡ്രൂസ് അച്ഛൻ, ഇന്ന് വളരെ വൈകി, ഇന്ന് വെളുപ്പിനെയാണ് ഞാൻ അച്ഛനെ വിളിച്ചത്. തിരക്കിട്ടതായ ഔദ്യോഗിക ശുശ്രൂഷകളുടെ മധ്യത്തിലും വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തി അത് ഒന്ന് സംബന്ധിച്ചു കൊള്ളാമെന്ന് വാക്ക് നൽകുകയും ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ മധ്യത്തിലേക്ക് കടന്നു വന്നതായ സ്നേഹമുള്ള റവറൻഡ് ജോണി ആൻഡ്രൂസ് അച്ഛനുള്ളതായ സ്നേഹവും നന്ദിയും മലയാളി കുടുംബത്തിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. കാലാവസ്ഥ നമുക്ക് പ്രതികൂലമാണല്ലോ, അതുകൊണ്ട് മറ്റ് നന്ദി വാക്കുകളിലേക്ക് കടന്നു പോകുന്നില്ല. ആരുടെയെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും സദയം ക്ഷമിക്കണം. എല്ലാവരുമായി സ്നേഹം അറിയിക്കട്ടെ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കുകൂടി അച്ഛൻ്റെ അനുവാദത്തോടു കൂടി നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം സെമിട്രിയിൽ എല്ലാവർക്കും റിഫ്രഷ്മെന്റ് കരുതിയിട്ടുണ്ട്. അതിലും കൂടെ പങ്കെടുത്തതിന് ശേഷം മാത്രമേ എല്ലാവരും മടങ്ങിപ്പോകാവുള്ളൂ എന്ന കുടുംബത്തിന്റെ നാമത്തിൽ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. മുഖായുടെ പാസ്പോർട്ട് സെക്രട്ടറി അച്ഛൻ ഇപ്പോൾ ഒരു വാക്ക് അനുശോചനം പറയും. തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് ബഹുമാനമുള്ള അച്ഛൻ നേതൃത്വം നൽകുന്നതാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു:
ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിട്ടുണ്ട്. ഏറ്റവും സ്നേഹബഹുമാനമുള്ള ഈ ഇടവേള ചുമതല വഹിക്കുന്ന ദിനേശ് ബാബുച്ചൻ, ഈ ഇടവയുടെ മുൻ ഇടവപ്പെട്ടക്കാരൻ ആയിരിക്കുന്ന ഫിലിപ്പ് ജോണസൺ, പ്രിയ പിതാവിൻ്റെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്നതായ കുടുംബാംഗങ്ങൾ, വിശ്വാസ സമൂഹം, ഏവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. മരണം ഒരു ജീവിത യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജനനമുണ്ടായാൽ മരണത്തെ അഭിമുഖിക്കാതെ ലോകത്തിൽ തുടരുവാനും നമുക്ക് സാധ്യമല്ല. മനുഷ്യന്റെ ജീവിത കാലഘട്ടത്തെക്കുറിച്ചും പറയുന്നത് അത് രാവിലെ തഴച്ചുകൊള്ളുന്ന പുല്ല് പോലെയാണ്, വൈകുന്നേരം അരിഞ്ഞു പാടിപ്പോകും. ഒരു കുമ്പളം പോലെയാണെന്ന് തിരുവചനം നമ്മളുടെ വീണ്ടും ഓർമ്മപ്പെടുന്നു. മനുഷ്യനും മരണവും തമ്മിലുള്ളതായ അകലത്തെക്കുറിച്ച് പറയുന്നത് 4 വിരൽ നീളം മാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതായ ഒരു ജീവിത യാഥാർത്ഥ്യമാണ് മരണം എന്ന യാഥാർത്ഥ്യം. പ്രിയദാസനെ ദൈവം തിരുസന്നിധിയിലേക്ക് എടുത്തു. ഇന്നലെ അതിൻ്റെ വാർത്തകൾ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കണ്ടിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഞാൻ ഇവിടെ വരുവാൻ കാരണം ഇന്ന് രാവിലെ ഒരു 5 മണിയായപ്പോൾ ബെൻസൺ എന്നെ വിളിച്ചു. അപ്പം ഞാൻ മേവള്ളൂരുള്ളതായ ബിജോയുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ അല്പം നേരത്തെ എഴുന്നേറ്റ് പോകാനുള്ളതായ ഒരുക്കത്തിൽ ഞാൻ എഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോഴാണ് ബെൻസൺ വിളിക്കുന്നത്. എനിക്ക് 1:30 കോട്ടയത്തൊരു പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ട് മേവള്ളൂരെ ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് പങ്കെടുത്തിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ബെൻസൺ പറഞ്ഞത്, ഇതിലെ ഞാൻ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായി ഇവിടെ കയറണം എന്ന് പറഞ്ഞു. ബെൻസനും ഞാനുള്ള ബന്ധം, ഞാൻ കുരുമലയിലാണ് എൻ്റെ പ്രൊഫഷൻ ആരംഭിക്കുന്നത്. അന്ന് എനിക്ക് കൂട്ടുകൂടക്കാൻ വന്നിരുന്നതായ വ്യക്തികളിൽ ഒരാളാണ് ബെൻസൺ. അന്നവരൊക്കെ 8ലോ 9ലോ ഒക്കെ പഠിക്കുന്ന കാലഘട്ടമാണ്. അപ്പം അന്ന് മുതലുള്ളതായ ബെൻസനുമായുള്ളതായ ബന്ധത്തിലാണ് പ്രിയദാസിൻ്റെ ഈ വേർപാടിൻ്റെ ദുഃഖത്തിൽ ബെൻസനോടുകൂടെ ഈ കുടുംബാംഗങ്ങളോട് ചേരണം എന്നുള്ളതായ ഒരു ആഗ്രഹം ഉണ്ടായത്. ഞാനിപ്പോൾ എല്ലാവരും ഇറങ്ങിയപ്പോൾ തന്നെ ബെൻസിനെ വിളിച്ചു. പെട്ടെന്ന് ഇവിടെ വരുവാനുള്ളതായ സാധ്യത. ഞാൻ ഓർമ്മപ്പെടുത്തിയത് മരണം ഒരു ജീവിത യാഥാർത്ഥ്യമാണ്. എന്നാൽ ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ധൈര്യം, പ്രത്യാശ എന്ന് പറയുന്നത് മരണം ഒരു ജീവിതാന്ത്യമല്ല, ഒരു പുതുജീവിതമാണ്, ഒരു സ്വർഗീയമായ ഭവനത്തിലേക്കുള്ളതായ പ്രവേശനമാണ്. അതുകൊണ്ട് താൽക്കാലികമായ ഈ ലോകത്തിൽ നിന്നും, രോഗവും ദുഃഖവും വേദനകളും ഉള്ളതായ ലോകത്തിൽ നിന്നും, കഷ്ടതകളുള്ളതായ ലോകത്തിൽ നിന്നും, കഷ്ടതകളും വേദനകളും രോഗങ്ങളും ഇല്ലാത്ത ഒരു സ്വർഗീയ ഭവനത്തിലേക്ക് പ്രിയദാസിനെ തിരിവിളിപ്പാൻ ദൈവത്തിന് തിരുവിഷ്ടമുണ്ടായി. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന സംഗീതക്കാരൻ പറയുന്ന മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്ന് നമ്മൾ അറിയിച്ചു ചെയ്യുമ്പോൾ നാം എല്ലാവരും തിരികെ ചെല്ലേണ്ടവരാണ്. അതുകൊണ്ട് അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. മരണം ഒരു ഉറക്കം പോലെയാണ്. ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. കർത്താവിൻ്റെ 2ാം വരവിൽ മഹത്പ്രതീക്ഷയിൽ കൂടി കാണുവാൻ ദൈവം നമ്മയും സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യമുള്ള വൈദികരുടെയും സഭാശുശ്രൂഷകരുടെയും പാസ്പോർട്ടിനെയും പ്രത്യേകിച്ച് അഭിനയ ബിഷപ്പിൻ്റെയും ഒക്കെയുള്ളതായ ദുഃഖവും വേദനയും അനുശോചനവും ഞാൻ രേഖപ്പെടുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തിട്ട് അവസരം നൽകിയതായ ബഹുമാന അച്ഛനോടുള്ളതായ നന്ദിയും സ്നേഹവും പ്രതികരിക്കുക. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എണ്ണീറ്റ് നിൽക്കാം. ഇപ്പോൾ ഗായക സംഘം പാടും. അതിനുശേഷം പ്രിയാച്ചൻ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നതാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ. ഞങ്ങളുടെ
കർത്താവേ, അടിയനായ വിശ്വാസത്തിൽ പ്രവേശിപ്പിക്കരുത്. തന്റെ ഭക്തന്മാരുടെ മരണം നീതിമാന്മാർ എന്നേക്കും ജീവിക്കും. നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവത്തിന്റെ കയ്യിലാകുന്നു. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തിയുള്ള ദൈവമേ, കർത്താവിലൂടെ വിട്ടുപോകുന്നവരുടെ ആത്മാക്കൾ നിന്നോടുകൂടെ വസിക്കുകയും വിശ്വാസികളുടെ ആത്മാക്കൾ ശരീരത്തിന്റെ ഭാരത്തിൽ നീക്കപ്പെട്ടതിനു ശേഷം നിന്നോടുകൂടെ ആനന്ദത്തിലും ഭാഗ്യത്തിലും ഇരിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളുടെ സഹോദരനെ ഈ പാപലോകത്തിലെ അരിഷ്ടതകളിൽ നിന്ന് വിടുവിക്കുവാൻ നിനക്ക് ഇഷ്ടം തോന്നിയിരിക്കൊണ്ട് ഞങ്ങൾ നിനക്ക് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തിലുള്ള സത്യവിശ്വാസത്തിൽ മരിച്ചവരോടെല്ലാവരോടും കൂടെ ഞങ്ങൾ ആത്മാവിലും ശരീരത്തിലും നിന്റെ എന്നേക്കുമുള്ള നിത്യമഹത്വത്തിൽ സർവസമ്പൂർണതയും മോക്ഷം അനുഭവിക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്തവരുടെ സംഖ്യയെ ശീഘ്രം തിരിച്ച് നിന്റെ രാജ്യം വേഗം വരുത്തുവാൻ നിന്റെ കരുണയുള്ള നന്മ കൊണ്ട് ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള ദൈവമേ, പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന കർത്താവായ യേശുമിശിഹായുടെ പിതാവേ, അവനിൽ വിശ്വസിക്കുന്നവരെല്ലാവരും മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നവനിൽ വിശ്വസിക്കുന്നവരും എന്നേക്കുമായി മരിക്കുകയില്ലല്ലോ. അവനിൽ ഉറങ്ങുന്നവരെ കുറിച്ച് പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോൽ ദുഃഖിക്കരുതെന്ന് അവൻ തന്റെ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദേശിപ്പിച്ചുവല്ലോ. പിതാവേ, ഞങ്ങൾ ഈ ആയുസ്സിനെ വിട്ടു പോകുമ്പോൾ ഞങ്ങളുടെ സഹോദരൻ അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് ആശീർവാദം കർത്താവിൽ ഞങ്ങളും സ്വസ്ഥത അനുഭവിക്കാമാറാകേണ്ടതിനും അന്ത്യ ദിവസത്തിലെ പൊതുവിലുള്ള പുനരുത്ഥാനത്തിങ്കിൽ ഞങ്ങൾ നിന്റെ മുൻപാകെ പ്രിയമുള്ളവരായി കാണപ്പെടുമാറാകേണ്ടതിനും അന്ന് നിന്റെ ഇഷ്ടപുത്രൻ നിന്നെ സ്നേഹിച്ച് ഭയപ്പെടുന്നവരോടെല്ലാവരോടും എന്റെ പിതാവിനാൽ ആരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യാവകാശമാക്കിക്കൊള്ളുവിൻ എന്നരുളി ചെയ്യുന്ന അനുഗ്രഹം ഞങ്ങൾക്കും ലഭിക്കുമാറാകേണ്ടതിനും പാപമരണത്തിൽ നിന്ന് നീതിയുടെ ജീവങ്ങളിലേക്ക് ഞങ്ങളെ ഉയർപ്പിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ മധ്യസ്ഥനും രക്ഷിതാവായ യേശുമിശിഹാ മുഖാന്തരം ഇതിനെ നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു. വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേൽ അതിലടിക്കുമ്പോൾ ഇല്ലാതെ പോകുന്നു. അതിന്റെ സ്ഥലം പിന്നെയും അതിനേറിയില്ല. യഹോവയുടെ ദൈവം എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. നിത്യനും അമർത്തിയുള്ളവനും അദൃശ്യമായ രാജാവായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ജ്ഞാനിയായ ദൈവത്തിന് ബഹുമാനവും മഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളെ അനുദിനം ധൈര്യപ്പെടുത്തി ജീവിതാവസാനം വരെ ക്രിസ്തുവിന്റെ കൃപ നൽകുവാൻ തിരുവിഷ്ടം ഉണ്ടായിരിക്കുമാറാകട്ടെ. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. ഗായകസംഘം പാട്ട് പാടുന്ന സമയത്ത് ദേവാലയത്തിനുള്ളിലുള്ളവർ സെമിട്രിയിലേക്ക് പോകണമേ എന്ന സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. ഈ സമയത്ത് ആണ് എന്ന കാര്യം കൂടെ ഓർമ്മിക്കട്ടെ. ഗായകസംഘം പാട്ട് സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാണാതിനും ബന്ധപ്പെട്ടോടിടുന്നു എൻ സ്വദേശം കാണാതിനും ബന്ധപ്പെട്ടോടിടുന്നു ആകെയൽപ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ
വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ മാർഗ്ഗമുള്ളോർനിശ്ചയം എന്റെ യാത്രയുടെ യാത്രം ഇന്നലെ കാണടുപ്പം. എന്റെ യാത്രയുടെ യാത്രം ഇന്നലെ കാണടുപ്പം. ഇരിക്കണോ? നേരം മാത്രം എന്റെ യാത്ര വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് നിത്യവീടൊന്നുണ്ടാവിടയത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാനാത്മാവിനാ Yes.
ഞെരുക്കത്തിനൊപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണൂനീർ കൂടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവനേശുവിൽ അർപ്പിച്ചിട്ട് അക്കേറെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധപാളുങ്ങിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ലോകം ത്യജിച്ചതാം സിദ്ധന്മാരും നിർമ്മല ജ്യോതിസാം ദൂതന്മാരും രക്തസാക്ഷികളാം സ്നേഹിതരും സ്വാഗതം ചെയ്യും മകൾ സരസി യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും സ്ത്രീയെ പ്രസവിച്ച മനുഷ്യന് ജീവിച്ചിരിക്കുവാനുള്ള കാലം അല്പവും അരിഷ്ടത കൊണ്ട് നിറഞ്ഞതുമാകുന്നു. അൻപ് പോലെ ഉണ്ടായി ഒഴിഞ്ഞു പോകുന്ന ഒരു നിഴൽ പോലെ ഓടിപ്പോകുന്ന ഒരു സ്ഥിതിയിൽ തന്നെ നിൽക്കുന്നതുമില്ല. ജീവനോയിരിക്കുമ്പോഴും ഞങ്ങൾ മരണത്തിലിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ന്യായമായി കോപിച്ചിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിന്നിൽ നിന്നല്ലാതെ പിന്നെ ആരിൽ നിന്ന് സഹായം അന്വേഷിക്കേണ്ടു? എങ്കിലും മഹാപരിശുദ്ധ ദൈവമാകുന്ന കർത്താവേ, മഹാശക്തിയുള്ള കർത്താവേ, പരിശുദ്ധതയും മഹാകരുണയും ഉള്ള രക്ഷിതാവേ, നിത്യമരണത്തിന്റെ കൈപ്പായ വേദനകളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കരുതേ. കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കരുണയുള്ള ചെവികൾ അടച്ചു കളയരുതേ. എന്നാൽ ഞങ്ങളോട് കനിവുണ്ടാകണമേ. മഹാപരിശുദ്ധനായ കർത്താവേ, മഹാശക്തിയുള്ള ദൈവമേ, പരിശുദ്ധതയും കരുണയുമുള്ള രക്ഷിതാവേ, മഹായോഗ്യനും നിത്യനുമായ വിധി കർത്താവേ, ഞങ്ങളുടെ അതിനാഴികയിൽ ഞങ്ങൾ യാതൊരു മരണവേദന കൊണ്ടും നിങ്ങൾ നിന്ന് പിരിഞ്ഞു പോകുവാൻ സമ്മതിക്കരുതേ. കല്ലറയെ ശുദ്ധീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശവക്കല്ലറയിലെ
വിശ്രമത്താൽ ശവക്കുഴിയെ തന്റെ ജനങ്ങൾക്ക് പ്രത്യാശയുടെ കിടക്കയായി ശുദ്ധീകരിച്ച കർത്താവായ യേശുക്രിസ്തുവേ, പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന നിന്നിൽ നിന്റെ ഈ ദാസൻ സ്വസ്ഥത അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ ശവക്കുഴി നിന്റെ ദാസന്റെ ശരീരത്തിനൊരു വിശ്രമ സ്ഥലമായി തീരുവാൻ കൃപ അരുളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഗായകസ്വരം പാട്ട് പാടും ആ സമയത്ത് മുഖം മൂടി കെട്ടിയടച്ച് എൻ്റെ കയ്യിൽ വയ്ക്കാവുന്നതാണ്. അറിയിക്കട്ടെ. അപ്പോൾ ഗായകസ്വരം പാട്ട് ശോഭയേറുമണങ്ങുന്നത് കാണമേ ദൂരവിശ്വാസത്താൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാക്കടാ വേദനാ ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത് വേദനാ ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത് നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടവരുടെ സംഗീതം ഖേദം രോദനമാമിയല്ലോ നിത്യ സൗഭാഗ്യമാൻ മാതൃക്ക് വേഗം ചേർന്നിടൂ ഭംഗിയേറിയ ആ തീരത്ത് വേഗം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത് സ്നേഹമാം സ്വർഗദാതനുടെ സ്നേഹദാനത്തിനു നാൾക്കുനാൾ വിശയനെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടിടും വേഗം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്തു വേഗം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത് നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടവരുടെ സംഗീതം ഖേദം രോദനമാങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാൻ മക്കൾക്ക് വേഗം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത് വേഗം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത് സ്നേഹമാം സ്വർഗദാതനുടെ സ്നേഹദാനത്തിനു നൽകുന്നാം വിഷയോഗ്യ തരും നന്മയ്ക്കും കാഴ്ചയായി പാടിടും വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്തു വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് ആരെങ്കിലും കൊടുക്കാമെങ്കിൽ കൊടുക്കാം. ശേഷം മുഖം മൂടി പെട്ടി അടയ്ക്കണമെന്ന് ഓർപ്പിക്കട്ടെ. ശോഭയേറും നടന്നുള്ളത്
കാണമേ ദുർവിശ്വാസത്താൽ കാതന്മാർ സമമോക്കൊരുത്തി നിൽക്കുന്നു നഗരെ കാക്കതാ വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്തു വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്തു രാമശോഭന നാട്ടിൽ പാടും വാട്ടപ്പെട്ടോരുടെ സംഗീതം വേദം രോഗനമാങ്ങില്ലല്ലോ നിത്യം ആരുമില്ലെന്ന് വിശ്വസിക്കുന്നു. വീടുന്നുണ്ടാവിടയത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യും ഞാൻ ക്രൂശിനെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്യശ്വാസം വരെയും കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാനാത്മാവിനായി. യാത്ര ചെയ്യും ഞാൻ ക്രൂശിനെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും മരിച്ചുപോയ നമ്മുടെ പ്രിയ ദാസന്റെ ആത്മാവിനെ തന്റെ അടുക്കൽ കൈക്കൊള്ളുവാൻ സർവശക്തിയുള്ള ദൈവത്തിന് തന്റെ മഹാകരുണ കൊണ്ടായി ഇഷ്ടം തോന്നിയിരിക്കാൽ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹ മൂലം നിത്യജീവങ്ങളിലേക്ക് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള നിശ്ചയവും ഉറപ്പുള്ള പ്രത്യാശയോടെ നാം ഈ ദാസന്റെ ശരീരത്തെ മണ്ണിന് മണ്ണായി ചാരത്തിന് ചാരമായി പൂഴിക്ക് ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്നവർ നന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു ആത്മാവ് പറയുന്നു. വിശ്വാസ സത്യങ്ങളെ നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായ ആകാശവും ഭൂമിയും നിറഞ്ഞ പ്രവാസ
വിശ്വസിക്കുന്നു. പാപങ്ങളെ ഉപേക്ഷിക്കുന്നു. കാത്തിരിക്കുന്നു. സർവശക്തനായ ദൈവമേ, നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായുടെ ജ്ഞാന ശരീരത്തിൽ ഏകമായ സംസർഗത്തിൽ കൂട്ടായ്മയിലും നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. നിന്നെ മായം കൂടാതെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിട്ടുള്ള പറഞ്ഞു തീരാത്ത ആനന്ദങ്ങളിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾ സകല സുഹൃതവും ദൈവഭക്തിയുമുള്ള നടപ്പിൽ നിന്റെ അനുഗ്രഹിക്കപ്പെട്ടവർ വിശുദ്ധന്മാരെ അനുഗമിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം കൃപ നൽകണമേ. സകല മനുഷ്യരുടെയും പിതാവായ നിത്യദൈവമേ, സർവലോകത്തിന്റെ ആവശ്യങ്ങളെ ഞങ്ങൾ നിങ്ങൾ ഭരമേൽപ്പിക്കുന്നു. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും വിനുചരിക്കുന്നിടത്ത് ക്ഷമയും ആശ്രയമില്ലാതിരിക്കുന്നിടത്ത് വിശ്വാസവും ദുഃഖിക്കുന്നവർക്ക് പ്രത്യാശയും അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശവും നൽകണമെന്ന് ഞങ്ങളുടെ വേണ്ടി എടുപ്പുകാരനും രക്ഷിതാവും യേശുമിശിഹാ മുഖാന്തരം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശുമിശിഹായുടെ സ്നേഹം നിങ്ങളെ അവങ്കിലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശുമിശിഹായുടെ ശക്തി നിങ്ങളെ അവന്റെ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശുമിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ മുൻ വികാരിയായിരുന്ന ഫിലിപ്പ് ജോണച്ചൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ അച്ഛനോടുള്ള സ്നേഹം ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായി സഭയുടെ പേരിലും അറിയിച്ചു കൊള്ളട്ടെ. കഴിഞ്ഞ ദിവസം മുതൽ ഗായക സംഘം പാട്ടുകളിലൂടെ കുടുംബാംഗങ്ങളെയും വന്നു ചേർന്ന നമ്മയൊക്കെ ആശ്വസിപ്പിക്കുകയായിരുന്നു. പ്രിയ ഗായക സംഘങ്ങളെ അതിന് നേതൃത്വം കൊടുക്കുന്ന ജോൺ മാസ്റ്ററേയും ഗായക സംഘങ്ങളോടുള്ള സ്നേഹം നന്ദി ഈ സമയത്ത് ഇടവകയുടെ പേരിൽ ആ കുടുംബത്തിന് വേണ്ടി അറിയിച്ചു കൊള്ളട്ടെ. അതുപോലെ നമ്മുടെ കപ്പിയാർ ഇതിനു വേണ്ട എല്ലാ ക്രമീകരണ കാര്യങ്ങളും ചർച്ച കമ്മിറ്റിയോട് ചേർന്നുകൊണ്ട് നിർവഹിക്കുകയായിരുന്നു. പ്രിയ കപ്പിയാർച്ചനോടും അതുപോലെ ചർച്ച കമ്മിറ്റിയോടുള്ള സ്നേഹം ഇടവയ്ക്ക് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി അറിയിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മുടെ ഭവനത്തിൽ മലയിൽ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാവരും പോകാവൂ. ഇവിടെ ഓർപ്പിച്ചതുപോലെ റിഫ്രഷ്മെൻറ്റ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അങ്ങോട്ട് നമ്മുടെ ഭവനത്തിലേക്ക് വരാം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർപ്പിക്കട്ടെ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ കൂടിയാകശേ വിളിക്കും നേരം കാണുമെങ്കിലും വിളിക്കും നേരം കാണൂ വിളിക്കും നേരം കാണൂ വിളിക്കും നേരം കാണൂ വിളിക്കും നേരം കാണുമെങ്കിലും കൊണ്ടോരെ ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തു ശോഭധാരിപ്പാനുയർത്തുതാ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ വിളിക്കും നേരം കാണുമെന്നരും വിളിക്കും നേരം കാണൂ വിളിക്കും നേരം കാണൂ വിളിക്കും നേരം കാണൂ വിളിക്കും നേരം കാണുമെന്നരും. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകാം.
വിദൂരമല്ല. ഈ ഗേഹം വിട്ടുപോകുമേ നാം സ്വർഗതീരെ എത്തിടുവാൻ. പരദേശിയാണിഹേ ഭൂവതിൽ നാം നാഥൻ വേഗം വന്നിടുമേ. ഈ ഗേഹം വിട്ടുപോകുമേ നാം സ്വർഗതീരെ എത്തിടുവാൻ. പരദേശിയാണിഹേ ഭൂവതിൽ നാം നാഥൻ വേഗം വന്നിടുമേ. ചേരും ഞാൻ പ്രിയനരികിൽ, കാണും ഞാൻ പ്രിയൻ പൊന്മുഖം, വാഴും ഞാൻ നിത്യനാടതിൽ നാഥൻ മാർവിൽ ചാരിടുമ്പോൾ ഞാൻ കാണും പ്രാണനാഥനെ ശോഭയേറും മിൻപുരിയിൽ. ഞാൻ കേൾക്കും നാഥനിമ്പസ്വരം, ദൂരമോ വിദൂരമല്ല. ഈ ലോകം ദുഃഖമേകിയാലും വാഴ്വിൻ നാളിൽ ആർത്തിയിടും ഞാൻ. വിലാപങ്ങൾ നൃത്തമായി മാറിയിടുമേ, നാഥൻ വേഗം വന്നിടുമേ. ഈ ലോകം ദുഃഖമേകിയാലും വാഴ്വിൻ നാളിൽ ആർത്തിയിടും ഞാൻ. വിലാപങ്ങൾ നൃത്തമായി മാറിയിടുമേ, നാഥൻ വേഗം വന്നിടുമേ. ചേരും ഞാൻ പ്രിയനരികിൽ, കാണും ഞാൻ പ്രിയൻ പൊന്മുഖം, വാഴും ഞാൻ നിത്യനാടതിൽ നാഥൻ മാർവിൽ ചാരിടുമ്പോൾ ഞാൻ കാണും പ്രാണനാഥനെ ശോഭയേറും മിൻപുരിയിൽ. ഞാൻ കേൾക്കും നാഥനിമ്പസ്വരം, ദൂരമോ വിദൂരമല്ല. ഞാൻ കാണും പ്രാണനാഥനെ ശോഭയേറും മിൻപുരിയിൽ. ഞാൻ കേൾക്കും നാഥനിമ്പസ്വരം, ദൂരമോ വിദൂരമല്ല.
സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും